അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഊസീകും അവ്വലൻ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹാദത്തിനെ സംബന്ധിച്ചാണ് രണ്ടാഴ്ചകളായി നമ്മൾ പറഞ്ഞു വരുന്നത്. ഇസ്ലാം എന്നത് വക്രതയില്ലാത്തതും അന്യൂനവുമായിട്ടുള്ള ഒരു മതമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൂടെ ദൈവികമായിട്ടുള്ള വെളിപാടുകളും ദിവ്യ സന്ദേശങ്ങളും അവസാനിക്കുന്നതോടുകൂടി ഈ മതം അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിൽ അള്ളാഹു വഹി ഇറക്കുകയുണ്ടായി. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹവും ഞാൻ നിങ്ങളുടെ മേൽ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മതം അവിടെ അവസാനിക്കുകയാണ്. ഇനി മതത്തിലൊന്നും ചേരേണ്ടതില്ല, മറ്റേതെങ്കിലും കാര്യങ്ങൾ തള്ളിക്കളയേണ്ടതുമില്ല. വിശ്വാസ, ആചാര, അനുഷ്ഠാന, സ്വഭാവ, സംസ്കരണ മേഖലകളിൽ എല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതൊരു നിയമമായിരുന്നോ അനുശാസിക്കപ്പെട്ടത് ആ നിയമം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മതം അതിൻ്റെ തനിമയിൽ കാത്തു സൂക്ഷിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കലുകളും ഏതെങ്കിലും നിയമങ്ങൾ കാലോചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കലും മതത്തിനോട് കാണിക്കുന്ന ക്രൂരതയും അനീതിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസ് വചനത്തിൽ ഇങ്ങനെ കാണാം: ഇയ്യാക്കും വൽ ഗുലൂ, നിങ്ങൾ അതിരുകവിച്ചിലിനെ സൂക്ഷിക്കണം. ഫിദ്ദീൻ, മതത്തിൽ. ഫഇന്നമാ ഹലക മൻ കാന ഖബലകും ബിൽ ഗുലുവി ഫിദ്ദീൻ, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോകാനുണ്ടായത് കാരണമെന്ന് പറയുന്നത് മതത്തിലെ അവരുടെ അതിരുകവിച്ചിലായിരുന്നു. പൂർവികരായ സമൂഹങ്ങൾ നശിച്ചു പോകാൻ കാരണമായി പറഞ്ഞത് മതം അവർക്ക് പോരാത്തതായി തോന്നുകയും ആ മതപരമായിട്ടുള്ള ശാസനകൾക്ക് പുറമെ തങ്ങളുടേതായ പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്
പൊതുജന സമക്ഷത്തിങ്കൽ അവർ അവതരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് അവർ നടത്തിയിട്ടുള്ള മഹാപാതകമായി ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അതിരു കവിച്ചിലിനെ ആധുനിക കാലഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ നമ്മൾ നേരിടേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. എന്താണ് അതിരു കവിച്ചൽ എന്ന് പറയുന്നത്? ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി, അൽ മുബാലഗത്തു ഫി ഷൈഇൻ വതശുദ്ദു ഫീഹി ബിതജാവുസുൽ ഹദ്ദി, ഒരു കാര്യം അതിൻ്റെ പരിധി വിട്ടു പോവുകയും പരിധിക്കപ്പുറം അതിനെ കർശനമായി കാണുകയും നിയമപ്രകാരമല്ലാത്ത ആവശ്യമില്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ ആ കാര്യത്തിൽ തങ്ങളുടെ വകയായി ചേർക്കലുമൊക്കെയാണ് അതിരു കവിച്ചിലെന്ന് പറയുന്നത്. അള്ളാഹും പ്രവാചകനും കാണാത്തൊരു കാര്യത്തിൽ അതിൻ്റേതായ അതിനേക്കാൾ കൂടുതൽ ഗൗരവം കാണുക, അള്ളാഹും പ്രവാചകനും എന്താണോ പറഞ്ഞു വച്ചത് അതുപോലെ കുറച്ചും കൂടി കൂടുതലാകണം എന്നിങ്ങനെ ആഗ്രഹിക്കുക, ഇതൊക്കെയാണ് മതത്തിലെ അതിരു കവിച്ചൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും വേണ്ടതില്ല, കൂട്ടിച്ചേർക്കലും വേണ്ടതില്ല, ഒഴിവാക്കലും വേണ്ടതില്ല. എവിടെയാണോ പഠിപ്പിക്കപ്പെട്ടത്, എവിടെയാണോ നിർദ്ദേശങ്ങൾ ലഭിച്ചത്, പ്രാമാണികമായ ആ നിർദ്ദേശങ്ങളിൽ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെത്ര കൂടുതലാണ് എങ്കിലും എത്ര കുറവുള്ളതാണ് എങ്കിലും. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 143-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, അപ്രകാരം നിങ്ങളെ നമ്മളൊരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്കും സാക്ഷിയാണ്. ഒരു ദീനുൽ വസത്തിയത്തിനെ പറ്റിയാണ് ആ വചനത്തിലൂടെ അള്ളാഹു സംസാരിക്കുന്നത്. വസത്തിയത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മധ്യമമായ നിലപാട്, മാതൃകാപരമായ നിലപാട്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സഅദി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഫജഅലല്ലാഹു ഹാദിഹിൽ ഉമ്മ, അള്ളാഹു ഈ സമുദായത്തെ, ഈ സമൂഹത്തെ മാറ്റിയിരിക്കുന്നു, വസത്തൻ ഫീ കുല്ലി ഉമൂരിദ്ദീൻ, ദീനിൻ്റെ മധ്യമ നിലപാടുകാരായി അള്ളാഹു ഈ അവസാനകാല സമൂഹത്തെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ അള്ളാഹു മാറ്റിയിരിക്കുന്നു. ജൂതന്മാർ തങ്ങളുടെ മതത്തിൽ കാഠിന്യം വർദ്ധിപ്പിച്ചപ്പോൾ ക്രൈസ്തവരായ ആളുകൾ ഒരുപാട് ഉദാരതകളാണ് അവർ നടത്തിയത്, കൂട്ടിച്ചേർക്കലുകളാണ് അവർ നടത്തിയത്. ഈ രണ്ട് സമീപനവുമല്ല. എവിടെയാണോ പ്രാമാണികമായി അള്ളാഹുവും പ്രവാചകനും പറഞ്ഞു വച്ചത് അവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അള്ളാഹും അവൻ്റെ പ്രവാചകനും ഈ വചനത്തിലൂടെ. അങ്ങനെ നിങ്ങൾ സമൂഹങ്ങൾക്ക് സാക്ഷിയാകണം എന്നതാണ് അള്ളാഹു ആ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. മതമെന്ന് പറയുന്നത് മിതത്വമാണ്. 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 78-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ മതത്തിലൊരു ഹർജ് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, ഒരു പ്രയാസം നിങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. നോമ്പിൻ്റെ ആനുകൂല്യങ്ങൾ, റുഹ്സുകൾ വിവരിച്ച ശേഷം അള്ളാഹു പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, ഒരു പ്രയാസവും മതത്തിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെയും ഒരു മധ്യമ നിലപാടിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 157-ാമത്തെ വചനം പ്രവാചക നിയോഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്. എന്താണ് പ്രവാചകൻ ആ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള പ്രവാചക നിയോഗമെന്ന് പറയുന്നത്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, അദ്ദേഹം അവരോട് സദാചാരം കൽപ്പിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു പ്രവാചകൻ. വയൻഹാഹും അനിൽ മുൻകർ, ദുരാചാരം, നിഷിദ്ധം അവിടെ നിന്ന് വിലക്കുന്നു. വയുഹില്ലു ലഹുമത് ത്വയ്യിബാത്ത്, പ്രവാചകൻ അവർക്ക് വിശിഷ്ടമായതെല്ലാം അനുവദിച്ചു കൊടുക്കുന്നു.
വയുഹരിമു അലൈക്കും അലൈഹിമുൽ ഹബായിസ്, മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ ആ പ്രവാചകൻ അവരുടെ മേൽ നിഷിദ്ധമാക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ അതാ പ്രവാചകൻ അവരിൽ നിന്ന് ഇറക്കി വയ്ക്കുന്നു. വൽ അഗ്ലാലില്ലത്തി കാനത്ത് അലൈഹിം, അവരെ വരിഞ്ഞു മുറക്കിയിരുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളും വിലങ്ങുകളും പ്രവാചകൻ അവരിൽ നിന്ന് ഇറക്കി വയ്ക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ഉച്ചനീചത്വങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ, അതേപോലെ തന്നെ ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും തൊലിയുടെയും നിറത്തിൻ്റെയും പേരിലൊക്കെയും അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ വിവേചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിലൂടെ അത്തരമെല്ലാ മാറാപ്പുകളും മാമൂലുകളും കീഴ്വഴക്കങ്ങളും ഓരോ ഗോത്രമഹിമകളുടെയും ഒക്കെ പേരിലുള്ള രക്തം ചീന്തലുകളും എല്ലാം അടക്കം പ്രവാചകൻ അവരിൽ നിന്ന് ഇറക്കി വയ്ക്കുകയും അവരിലേറെ ആശ്വാസവും സമാധാനവും ഒക്കെ പ്രവാചകൻ പ്രദാനം ചെയ്തതായി ആ വചനത്തിലൂടെ അറിയിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ അഭിസംബോധന ചെയ്ത സമൂഹത്തിൻ്റെ പ്രശ്നം ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ കണ്ടുവന്നിരുന്ന കാക്കകാരണവന്മാരായി തങ്ങളുടെ പൂർവ്വപിതാക്കളോടുള്ള അഭിനിവേശം അവരെ അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊരു കാര്യത്തിലേക്കാണോ തെളിയിച്ചു കൊണ്ടുപോയത് അതിൽ നിന്നും മാറി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. എക്കാലത്തെയും ചരിത്രം അങ്ങനെയാണ്. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് നൂഹ് നബി ആളുകളെ ക്ഷണിച്ചപ്പോൾ അവിടുത്തെ പ്രമാണിമാരായ ആളുകൾ ആ ജനങ്ങളോട് പറഞ്ഞത് ഖാലൂ ലാ തദറുന്ന ആലിഹത്തക്കും, അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ, ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നോഹിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കരുത്. വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊക വനസ്ര, വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊക്കിനെയും നസറിനെയും ഒക്കെ നോഹ് പ്രവാചകന്റെ ഉപദേശം കേട്ടുകൊണ്ട് നിങ്ങൾ കളയരുത് എന്ന്, ഉപേക്ഷിക്കരുത് എന്ന് പറയുകയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ആരാണ് ഈ പറഞ്ഞിട്ടുള്ള മഹാന്മാരായ ആളുകൾ? അസ്മാഉൻ റിജാലുൻ സാലിഹൂൻ, സദ്വൃത്തരായ ആളുകളാണ് പറയപ്പെട്ട ആളുകൾ. മിൻ ഖൗമിനോ, നോഹൻ്റെ സമൂഹത്തിൽപ്പെട്ട നല്ല മനുഷ്യന്മാരായ ആളുകളാണവർ. ഫലമ്മാ ഹലക്കു ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ആ ജനങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ജനങ്ങളിലേക്ക് പിശാച് ദുർബോധനം നടത്തുകയുണ്ടായി. അനിൻസിബു ഇലാ മജാലിസിഹിം, അവരുടെ സദസ്സുകളിൽ ആ കഴിഞ്ഞു പോയിട്ടുള്ള ആ പൂർവികരായ മുൻഗാമികളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനാണ് പിശാച് അവരെ പ്രേരിപ്പിച്ചത്. അല്ലത്തി കാനു യജ്ലിസൂന അൻസാബൻ, അങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരുടെ സദസ്സുകളിൽ അവരത് പ്രദർശിപ്പിച്ചു. വസമ്മാഹും ബി അസ്മാഇഹിം, എന്നിട്ട് അവരുടെ പേര് നൽകി. ആ കഴിഞ്ഞുപോയ പുണ്യവാന്മാരുടെ പേരുകൾ തങ്ങളുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് നൽകി. ഫഫഅലു ഫലം തുഅബദ്, അവരങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും അതിനെ ആരെയും അവർ ആരാധിച്ചിരുന്നില്ല. ഹത്താ ഇദാ ഹലക്ക, എന്നാൽ ആ തലമുറ കഴിഞ്ഞുപോയി. ഉലായിക തനസ്സഖൽ ഇൽമു ഉബിദത്, അവരെ സംബന്ധിച്ചുള്ള വിജ്ഞാനങ്ങളും എടുത്തു നീക്കപ്പെട്ടപ്പോൾ പിന്നാലെ വന്ന തലമുറകൾ അവരെ ആരാധിക്കുകയാണ് ചെയ്തത്. വിഗ്രഹാരാധന കടന്നു വന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അല്ലാത്തവരെ സമൂഹം ആരാധിക്കാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ് നമ്മൾ വായിച്ചത്. ഈ രീതിയിൽ സമൂഹത്തിൽ ഏതെങ്കിലും ഒന്നിനോടുള്ള പ്രത്യേകമായ താല്പര്യം, ബഹുമാനം, അനുരാഗം, ഇതൊക്കെയും മനുഷ്യരെ നേർപാതയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുതയായി, ഒരു രീതിശാസ്ത്രമായി നമ്മൾ കണ്ടുവരുന്നത്. വേദക്കാരോട് ഖുർആനിലൂടെ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദത്തിൻ്റെ ആളുകളെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, പടച്ചവൻ്റെ പേരിൽ നിങ്ങൾ
അവൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആരോപിക്കരുത്. വേദക്കാരുടെ അവസ്ഥ എന്താണ്? ക്രൈസ്തവരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ മാതാവായ മറിയമിനെയും അള്ളാഹുവിന് പുറമേയുള്ള രണ്ട് ദൈവങ്ങളാക്കുകയാണ്. അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഓരോ കാലഘട്ടത്തിലും വാഴ്ത്തപ്പെട്ടവരായി അനേകം വാഴ്ത്തപ്പെട്ട പുണ്യവാന്മാരെ അവർ പ്രഖ്യാപിക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ ഇടമില്ലാത്ത വണ്ണം ഓരോ വിശുദ്ധൻ്റെയും പുണ്യവാന്റെയും പേരിലുള്ള ആരാധനാലയങ്ങൾ ഓരോ ദിവസവും കൃത്യമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹമായി അവർ മാറുകയാണ്. അതാണ് അവരോട് പ്രത്യേകമായി പറഞ്ഞത്, മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത് എന്നുള്ളത്. മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനേക്കാളെല്ലാം എത്രയോ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു നാട്ടിലൊരു കൊളറയുണ്ടായി, ഒരു പ്ലേഗ് ബാധിച്ചു, മാരകമായിട്ടുള്ള കൊറോണയോ അതേപോലെയുള്ള ഏതെങ്കിലും മാരകശേഷിയുള്ള പകർച്ചവ്യാധിയൊക്കെ വന്നു പിടിപെടുന്നതിനേക്കാളെല്ലാം എത്രയോ ഭീതിതമായിട്ടുള്ള സാഹചര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുക എന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ മുസൽമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ആൾ നമ്മുടെ കൂടെയുള്ള ഒരാളാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മരിച്ചുപോയൊരു വ്യക്തിയിലേക്ക് അത് ആരോപിക്കാൻ ആരോപിതന് യാതൊരു പ്രശ്നവുമില്ല. അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിൽ ഒരു സമൂഹം പാകപ്പെട്ടിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കണം. എല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന പടച്ചവന് പകരം പുണ്യവാന്മാരായ ആളുകളെ നമ്മൾ ആരോപിക്കുകയാണ്. ഇവരൊക്കെയാണ് ലോകത്തെ ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ദരിബ മസലൻ, മനുഷ്യരെ നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം അള്ളാഹ് പറഞ്ഞു തരുവാണ് കേട്ടോ. നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആരാധ്യ വസ്തുക്കളും എല്ലാ ആരാധ്യവാന്മാരും കൂടി ചേർന്നാൽ പോലും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ആ ഈച്ച അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒന്ന് റാഞ്ചിയെടുത്താൽ ആ ഈച്ച റാഞ്ചിയെടുത്ത സംഗതി പോലും തിരിച്ചു പിടിക്കാൻ ഈ ആരാധ്യന്മാരെല്ലാവരും കൂടി ചേർന്നാൽ പോലും കഴിയുകയില്ല എന്ന് അള്ളാഹു അവൻ്റെ കിതാബിലൂടെ അറിയിക്കുകയാണ്. ആ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് തേടുന്നവരും തേടപ്പെടുന്നവരും ആരാധിക്കുന്നവരും ആരാധ്യന്മാരും എല്ലാവരും ദുർബലരായിട്ടുള്ളൊരവസ്ഥയാണുള്ളത്. ബഹുദൈവ വിശ്വാസത്തിന് ശിർക്കിന് ലെവലേഷൻ ഗുണപ്രാപ്തിയില്ല, പ്രതിഫലനമില്ല എന്ന് അള്ളാഹു അവൻ്റെ കിതാബിലൂടെ നേർക്ക് നേരെ ഇത്രയും വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ശിർക്കിന് വല്ല ഗുണങ്ങളും അത്തരം സമൂഹങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത്. ദുർബലരായ വിശ്വാസികളെ അത്തരം വഴികേടിലേക്ക് തെളിച്ചുവിടാനല്ലാതെ അത്തരം അന്വേഷണങ്ങളും അത്തരം നിഗമനങ്ങളും അതിനല്ലാതെ മറ്റെന്തിനാണ് ഉപകരിക്കുക? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വിശ്വാസരംഗത്ത് നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള അതിരുകവിച്ചലിൻ്റെ രൂക്ഷതയാണ് പറയുന്നത്. ആരാധനകളിൽ അത്തരം അതിരുകവിച്ചിലുകൾ പൂർവികാലം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ആരാധന ചെയ്യുന്നത്? ആരാധനകളുടെ ലക്ഷ്യമെന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ കേവലം യാന്ത്രികമായി, അതിനപ്പുറം ഒരു വലിയ ത്യാഗമായി, അതിനപ്പുറം എത്ര എണ്ണം ചെയ്തു എന്നുള്ള ആ എണ്ണം പറച്ചിലിനും മറ്റുള്ളവരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാനും ഒക്കെയുള്ള വിഭവങ്ങളായി ആരാധനകൾ മാറുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നുകൊണ്ട് പ്രവാചകൻ്റെ പത്നിയോട് വിവരങ്ങൾ ചോദിച്ചറിയുന്ന 3 പേരും ഈ ലക്ഷ്യം മറന്നുപോയിട്ടുള്ളതിൻ്റെ അനുജന്മാരാണ്. പ്രവാചകൻ്റെ വീട്ടിൽ നിന്ന് പ്രതിജ്ഞ എടുത്തു പോയ ആ 3 പേരെയും പ്രവാചകൻ തിരിച്ചു വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നീല അഖ്ഷാക്കും ലില്ല, പടച്ചവനെ തന്നെയാണ് സത്യം, നിങ്ങളെക്കാളൊക്കെയും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്.
വഅത്ഖാകും ലഹു, അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവൻ നിങ്ങളെക്കാളും ഒക്കെ ഏറ്റവും സൂക്ഷ്മതയുള്ളവൻ ഞാനാണ്. ലാക്കിൻ, എന്നാൽ ഞാൻ അസ്വമ വഅഫ്തിറു, ഞാൻ നോമ്പ് നോക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്. വ ഉസല്ലി വഅഖദു, ഞാൻ നമസ്കരിക്കാറുണ്ട്, നമസ്കാരം ഒഴിവാക്കുന്ന സന്ദർഭങ്ങളുണ്ട്. വ അതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യാറുണ്ട്. ഫമൻ റഗിബ അൻ സുന്നത്തി, എൻ്റെ ഈ സുനനുകളെ ഇഷ്ടപ്പെടാത്തവരാരുണ്ടോ, വിമുഖത കാണിക്കുന്നവരാരുണ്ടോ, ഫലൈസ മിന്നി, അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. കേവലം ഏതെങ്കിലും ഒരു ആരാധനാ ശീലങ്ങൾ മാത്രം പഠിപ്പിക്കുകയല്ലായിരുന്നു, ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൃത്യമായ പച്ചയായിട്ടുള്ളൊരു ജീവിത രീതിയാണ് പ്രവാചകൻ കാണിച്ചു തന്നത്. ആ ജീവിത രീതിയോട് നമുക്ക് താല്പര്യമില്ല എങ്കിൽ അത്തരം ആളുകൾ പ്രവാചകൻ്റെ അനുയായികളുടെ ഗണത്തിൽ പെടുകയില്ല എന്ന് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആരാധനകളും പ്രവാചകൻ പറഞ്ഞു തന്ന തോതിൽ, പ്രവാചകൻ പറഞ്ഞിടത്ത് നിന്ന് പറഞ്ഞ അത്രയും തോതിലനുസരിച്ച് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകുക. നമ്മുടെ വകയായി എന്തെങ്കിലും ഒന്നതിനേക്ക് കൂട്ടുവാനോ നിർവഹിച്ചു പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാനോ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. ഖുദൂ അന്നി മനാസിക്കക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊള്ളുക. പിന്നാലെ വരുന്ന ആളുകൾ പലതും ചെയ്യാനുണ്ടാകും. അത്തരം വഴികേടിലേക്ക് പോകാതെ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള കൃത്യമായ പാഠമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ചു തന്നിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിൽ അതിന് കവിച്ചിൽ വരുന്നത് മറ്റൊരു ഇടം എന്ന് പറയുന്നത് പണ്ഡിതന്മാരോടുള്ള ആദരവുകളാണ്. ഒരു കാലഘട്ടത്തിൽ അത്തരം ആദരവുകൾ ഒരുപാട് ഖുറാഫാത്തുകളിലേക്ക്, മതം വിരോധിച്ച ഒരുപാട് കാര്യങ്ങളിലേക്ക്, ശിർക്കിലേക്കൊക്കെയും സമൂഹത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഏത് മഹാൻ പറയുന്നു എന്നിടത്താണ് നമ്മുടെ അന്വേഷണം. ഇന്നാൾ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ തരക്കേടില്ല എന്നതാണ്. എങ്ങനെയാണ് പരിഷ്കൃതമായൊരു സമൂഹം വഴിതെറ്റിപ്പോകുന്നത്? അള്ളാഹുവിൻ്റെ കിതാബിലുണ്ടോ, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങളൊരു കാര്യത്തിൽ ഭിന്നതയിലായാൽ അവിടെ നിങ്ങൾ നോക്കേണ്ടത് അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കുമാണ് നിങ്ങളത് നടക്കേണ്ടത്. ഒരു മഹാനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞില്ല. അപ്പോൾ ആ രീതിയിൽ പ്രമാണങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം ആളുകൾ പണ്ഡിതന്മാരിലേക്ക് നോക്കുന്ന കാലം, ആ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈമാനിൻ്റെ പൂർണ്ണതയെ സംബന്ധിച്ച് പറയുന്നിടത്ത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അൻ അബീ ഉമാമ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ ലില്ലാഹ്, ആരാണോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവൻ, വ അബ്ഗള ലില്ലാഹ്, ആരാണോ അല്ലാഹുവിന് വേണ്ടി കോപിച്ചവൻ, വ അഅ്ത ലില്ലാഹ്, ആരാണോ പടച്ചവന് വേണ്ടി കൊടുത്തവൻ, വ മനഅ ലില്ലാഹ്, ആരാണോ അല്ലാഹുവിന് വേണ്ടി തടഞ്ഞവൻ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, തീർച്ചയായും അവനാണ് ഈമാനിൻ്റെ പൂർണ്ണതയിലെത്തിയവൻ. അത്തരം ആളുകളാണ് ഈമാൻ പൂർണ്ണമാക്കിയവരെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടിയാകണം ഇഷ്ടം. പടച്ചവനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിലായിരിക്കണം കോപമുണ്ടാവേണ്ടത്. അള്ളാഹു കൽപ്പിച്ചിടത്തായിരിക്കണം കൊടുക്കാൻ സന്നദ്ധ ഉണ്ടാകേണ്ടത്. അള്ളാഹു പറഞ്ഞതുകൊണ്ടായിരിക്കണം തടയാനുള്ള താല്പര്യമുണ്ടായത്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക എന്നതാണ്. ഇമാം മാലിക് പറയുകയാണ്, കൊല്ലു അഹദിൻ യുഖദു മിൻ ഖൗലിഹി, എല്ലാ മനുഷ്യന്മാരുടെയും വാക്കുകളുണ്ട് സ്വീകരിക്കേണ്ടതും വയനിതു തള്ളിക്കളയേണ്ടതും. ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, പ്രവാചകൻ്റെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഖബറിൻ്റെ ഉടമയുടേതൊഴിച്ച് മറ്റേതു മനുഷ്യൻ്റെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. അതുകൊണ്ട് ഒരാളെയും തൊള്ള തൊടാതെ തിന്നാൻ വിഴുങ്ങാൻ ഈ സമൂഹം തയ്യാറാവേണ്ടതില്ല എന്നതാണ്. അവിടെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്. ഹിജറ 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ് മുസ്ലിം ലോകത്ത് ഒരു വലിയ വിവാദമുണ്ടാകുന്നത്.
കേവല ഭൗതികമായ ഒരു തലത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ടായ ചർച്ച സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും സമൂഹം ഭിന്നിക്കുകയും അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടാവുകയും അബ്ബാസിയ ഖിലാഫത്തിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടിയും അതൊരു ഭരണകൂടത്തിൻ്റെ പോലും ആശീർവാദത്തോടു കൂടി ആ സംവാദം വല്ലാതെ കൊഴുക്കുകയുമുണ്ടായി. ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്നതാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നും അതല്ല ഖുർആൻ സൃഷ്ടിയല്ല എന്നുമായിരുന്നു സംവാദത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത്. ആ വിഷയത്തിലൊരു തീർപ്പുണ്ടാക്കിയിട്ട് മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടിവിടെ ബാക്കിയൊന്നും ഉണ്ടായില്ല. ഒരു ഭൗതിക തലത്തിൽ പണ്ഡിതന്മാർ നടത്തിയൊരു ചർച്ചയെ സമൂഹത്തെ ചേരിതിരിക്കുന്ന ഗുരുതരമായൊരു ഭവിഷ്യത്തിലേക്ക് അത് എത്തിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സംവാദങ്ങളും അത്തരത്തിലുള്ള വിവാദങ്ങളുമൊക്കെ കാലഘട്ടത്തിലും ഉണ്ടാകാം. അവിടെയൊക്കെയും വിശ്വാസികൾ പ്രമാണത്തെ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറയുന്നിടത്ത് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുക. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ സംഘടനകളും കക്ഷികളുമായി മാറിത്തിരിയുമ്പോൾ ഉണ്ടാകുന്നൊരു ദുരന്തമെന്ന് പറയുന്നത് നമ്മുടെ കക്ഷിയിൽപ്പെടാത്ത ആളുകളെയൊക്കെയും മോശക്കാരായി ചിത്രീകരിക്കാൻ നമ്മളൊക്കെ വെമ്പൽ കൊള്ളുന്നവരാണ്. അവരൊക്കെ തലതിരിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയാനാണ് പലപ്പോഴും താല്പര്യം. എന്നാൽ വളരെ ഗുണകാംക്ഷപരമായിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ഉത്ബോധനങ്ങൾ എന്നത് മതത്തിൻ്റെ മൗലികമായ ആശയങ്ങളിൽപ്പെട്ടതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകണം. നീ ഇഷ്ടപ്പെടുന്നതെല്ലാം എല്ലാവർക്കു വേണ്ടിയും ഇഷ്ടപ്പെടുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാവുക. എന്നിടത്ത് നിന്ന് സങ്കുചിതമായ താല്പര്യങ്ങൾ മറ്റു പലരെയും മോശക്കാരാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അത്തരം ചിന്തകളിൽ നിന്ന് നമ്മൾ ആളുകളെ കാഫിറുകളാക്കും, മുശ്രിക്കാക്കും. അങ്ങനെയൊക്കെ നമ്മൾ പറയും. നോക്കൂ നിങ്ങൾ, കൃത്യമായി ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യുന്ന ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചവരാണ് എന്നും വ്യതിചലിച്ചവരാണ് എന്നും ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല അത് തിരികെ നമ്മിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അയ്യുമംറിഇൻ ഖാല ലി അഖി, ഏത് മനുഷ്യരാണ് തൻ്റെ സഹോദരനോട് പറഞ്ഞത് യാ കാഫിർ, കാഫിറെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരനെ അഭിസംബോധന ചെയ്തുവെങ്കിൽ ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ ഇൻ കാന കമാ ഖാല വഇല്ലാ റജഅത ഇലൈഹി, അവനിൽ ആ ദൂഷ്യമില്ല എങ്കിൽ അവൻ ആരോപിച്ചിട്ടുള്ള ഈ ആരോപണം അവനിലേക്ക് തന്നെ മടങ്ങി വരുമെന്നുള്ളത്. ഇതൊരു ജാഗ്രതയായി പ്രവാചകൻ്റെ ഒരു താക്കീതായിട്ടെങ്കിലും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചിടത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനും ആ പഠിപ്പിച്ചത് എത്രയാണോ അതുകൊണ്ട് തൃപ്തി വരുത്താനും സാധിക്കുമ്പോഴാണ് മതപരമായ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, മതപരമായ നമ്മുടെ കടമകൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുക. അത്തരം വിശ്വാസിനികളിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും പ്രയത്നിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് ജിന്ന് ചികിത്സയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ ജിന്ന് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള മൂഢമായ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു സമ്പന്നനായ മനുഷ്യൻ തൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നുമൊക്കെ 596 പവൻ സ്വർണം വാങ്ങി ആ സ്വർണമെല്ലാം തനിക്ക് ഇരട്ടിയായി ലഭിക്കുമെന്നുള്ള ആർത്തിയോടുകൂടി
ഈ സ്ത്രീയുടെ പക്കൽ കൊണ്ടുപോയി കൊടുക്കുകയും അവരതെല്ലാം ഒരു ഭരണിയിൽ ഇട്ട് വയ്ക്കുകയും ആ ഭരണി ഒരു തുണി കൊണ്ട് മൂടുകയും ഇയാളെ മറ്റൊരു തുണി കൊണ്ട് ഇയാളുടെ കണ്ണും മുഖവുമെല്ലാം മൂടിക്കൊണ്ട് അല്പസമയത്തിനുള്ളിൽ താൻ കൊടുത്തിട്ടുള്ളതെല്ലാം ഇരട്ടിയാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിന്ന മനുഷ്യനെ അയാളുടെ തല ചുമരിൽ ആഞ്ഞടിക്കുകയും ആ അടിയിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് നമ്മൾ കേട്ടുവരുന്ന ഇത്രയും ജീർണതകൾ, നമ്മളെന്ത് വഅദ് പറയുന്നു, നമ്മളെന്ത് ഖുതുബ നടത്തുന്നു, നമ്മളെന്ത് കേൾക്കുന്നു, ഏകദൈവ വിശ്വാസം ഇനിയും എത്ര കണ്ട് നമ്മൾ പഠിച്ചാലാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്രയും വലിയൊരു അധപ്പതനത്തിലേക്ക് ഈ സമൂഹം കൂപ്പുകുത്തിയതിൻ്റെ ഒരു ചിത്രമാണത്. മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഇവിടെ വിശ്വാസം, അനുഷ്ഠാന, ആചാര സമ്പ്രദായങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്നറിയുമ്പോഴാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള മുൻഗാമികൾ നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പ്രവർത്തനങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയണ്ടായി, മല്ലം യഅരിഫിൽ ജാഹിലിയ ലം യഅരിഫിൽ ഇസ്ലാം. ജാഹിലിയത്ത് അറിയാത്തൊരു മനുഷ്യന് ഇസ്ലാമിനെ പറ്റി അവനിക്ക് അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ 1920കളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സമൂഹത്തെ അടക്കി ഭരിച്ചിരുന്നത് ഖുർആനും സുന്നത്തുമായിരുന്നില്ല. മറിച്ച് മരിച്ചു പോയിട്ടുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള പൂർവികരായ ആളുകളുടെ ശവകുടീരങ്ങളെ, മക്ബറകളെ അഭയം പ്രാപിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ കേൾക്കുന്ന അപശബ്ദങ്ങളും കൂക്കലും കുറുകലും ഒക്കെയും ജിന്നുകളുടെയും പിശാചിൻ്റെയും ഒക്കെ സഞ്ചാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെയുള്ള വിടുവേലകൾ ചെയ്യാൻ പൗരോഹിത്യം ഇവിടെ തയ്യാറായിരുന്നു. കോളറയും വസൂരിയുമെല്ലാം ബാധിച്ച നാടുകളിൽ ആളുകൾ ചെയ്തിരുന്ന പണി കൂട്ടമായി ബാങ്ക് വിളിച്ച് ജിന്നുകളെ ഓടിക്കുന്ന പണിയായിരുന്നു. ഈ കഥ പറയാൻ ഇന്ന് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതിനേക്കാൾ മോശമായിരിക്കും കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ നടന്നു വന്നിട്ടുള്ള നമ്മുടെ വഴിത്താരകളാണ് പറയുന്നത്. ഈ ഒരു സംഗതി, ഈ ഒരു വിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിലെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പൂർവികരായ നമ്മുടെ പണ്ഡിതന്മാർ അത്തരം ജീർണതകൾക്കെതിരെ ശക്തമായ പടയൊരുക്കം നടത്തുകയുണ്ടായി. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ലാ അദുവ, പിശാച് രോഗം പകർത്തുകയില്ല, വലാ തീറത്ത, ലക്ഷണമില്ല, വലാ സഫറ, സഫർ മാസത്തിനൊരു ദുശകുനവുമില്ല, വലാ ഹാമ്മത്ത, ഹൂമൻ മൂളലില്ല. ഏതെങ്കിലും പക്ഷിയുടെ മൂളലും ഞെരുക്കലുമൊക്കെയും ദുശകുനമാണ് എന്ന് ഗണിച്ചിരുന്നൊരു തലമുറ. മാസങ്ങളിൽ ചിലത് മോശമാണ് എന്ന് തിരിച്ചിരുന്ന സമൂഹം. ലക്ഷണങ്ങളെ കണ്ടുകൊണ്ട് പക്ഷിയെ പറത്തിയും അതിൻ്റെ പറക്കലിനെ നോക്കിക്കൊണ്ടും ഭാഗ്യനിർഭാഗ്യങ്ങൾ കണക്കാക്കിയിരുന്ന തലമുറ. വസൂരിയും പ്ലേഗുമൊക്കെ പിശാചു പരത്തുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച തലമുറ. ആ തലമുറയെയാണ് നമ്മുടെ പൂർവികർ അതിൽ നിന്ന് മോചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു പോവുകയല്ല അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ചെയ്തത്. 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 208-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദ്ഖുലൂ ഫിസ്സൽമി കാഫ, നിങ്ങൾ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിച്ചു കൊള്ളുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും അവൻ പ്രത്യക്ഷമായ ശത്രുവാകുന്നു നിങ്ങളുടെ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നമ്മളോട് ഏതെങ്കിലും നിലക്കുള്ള ശത്രുതയുള്ള അയൽക്കാരനോ അല്ല. ഏറ്റവും വലിയ ശത്രു പിശാചാണ് എന്ന് അനേക വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്.
എന്താണ് ഈ പിശാച് നമ്മളോട് ചെയ്യുന്ന ശത്രുത എന്ന് പറയുന്നത്? അവൻ നമ്മളുടെ ശരീരത്തിനകത്ത് കടന്ന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണോ? അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ശരീരത്ത് പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവിനെ കൊല്ലലാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് വരുത്തുന്ന കേടാണോ? എന്താണ് നമ്മൾ ചിന്തിക്കാത്തത്? അതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറ അൻആമിലെ 43-ാമത്തെ വചനം, 16-ാമത്തെ അധ്യായം സൂറത്ത് നഹലിലെ 63-ാമത്തെ വചനം, 29-ാമത്തെ അധ്യായം അൻകബൂത്തിലെ 38-ാമത്തെ വചനം, 8-ാമത്തെ അധ്യായം സൂറ അൻഫാലിലെ 48-ാമത്തെ വചനം, ഡസൻ കണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത് വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച മോശങ്ങളെ, മോശമായ വൃത്തികളെ പിശാച് അവർക്ക് വളരെ അലങ്കാരമാക്കി തോന്നി. വഇദ് സയ്യന ശൈത്വാനു അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ പിശാച് അവർക്ക് അലങ്കരിച്ചു കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പിശാച് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഏത് കൃത്യം ചെയ്യുമ്പോഴും അത് ഏറ്റവും നന്നായിട്ടുണ്ട് എന്ന് തോന്നിക്കലാണ്. രണ്ടുപേരും തെറി പറയുമ്പോൾ ഒരാൾ തെറി കേൾക്കുകയാണ്, അപ്പോൾ കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തിരിച്ച് പറയണം. അങ്ങനെ 2 തെറി പറഞ്ഞവനെ 4 തെറി പറയാം. അപ്പോൾ തെറി പറഞ്ഞവൻ എന്തായിരിക്കും മനസ്സിലെ വിചാരം? നന്നായിട്ടുണ്ട്, ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ പിശാച് ചോദിക്കുക. ഔറത്തൊക്കെ വെളിവിൽ കാണിച്ചു പോകുന്ന സഹോദരിയുടെ മനസ്സിൽ എങ്ങനെയാണ് പിശാച് തോന്നിക്കുക? ഞാൻ ഏറ്റവും നല്ല സുന്ദരിയായിട്ടുണ്ട്, ആളുകളൊക്കെയും ആകർഷിക്കുമാറ് ഏറ്റവും നല്ല മനോഹരമായിട്ടുണ്ട് എൻ്റെ വേഷവിധാനം എന്നാണ് പിശാച് തോന്നിക്കുക. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ കലാപമായി, ഒച്ചയായി, ബഹളം വച്ച് ആയുധങ്ങളുമായിട്ടാണ് വരുന്നത് എങ്കിൽ പിശാച് വരുന്നത് തോളിൽ കൈയിട്ടുകൊണ്ടാണ്, നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ്. പിശാചിനെ പ്രയോഗിച്ചൊരു വാക്ക് ഖന്നാസ് എന്നുള്ളതാണ്. എന്താണ് ഖന്നാസ് എന്ന് പറയുന്നത്? പിന്മാറിക്കളയുന്നവനെന്നാണ്. ഈ ഖുത്ബയിലൂടെ നമ്മളിങ്ങനെ പിശാചിനെ പറ്റി ശക്തമായി താക്കീത് നൽകുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിയകലുകയാണ്. എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും സമർത്ഥമായി പിശാച് കീഴടക്കുകയാണ്. നെല്ലുണങ്ങാനിടുമ്പോൾ, കോഴി തിന്നാൻ വരുമ്പോൾ കോഴിയെ നമ്മൾ ആട്ടുകയാണ്, കാക്കയെ ആട്ടുകയാണ്. ആട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അത് വരുന്നത് പോലെ ഓർമ്മയുണ്ടാകുമ്പോഴൊക്കെയും അകന്നു പോവുകയും നിരാശനാകാതെ വീണ്ടും വീണ്ടും വരികയും ചെയ്യുന്ന പ്രതിഭാസമാണ് പിശാചിലോട്ടുണ്ടാകുക. അതല്ലാതെ ശരീരത്ത് കയറി ഉപദ്രവിക്കലല്ല. പിശാച് തന്നെയും പരലോകത്ത് വിചാരണ വേളയിൽ നന്മതിന്മകളെയൊക്കെയും കണക്കാക്കി മനുഷ്യരെ സ്വർഗത്തിലേക്ക് പോണ്ടവരെയും നരകത്തിലേക്ക് പോണ്ടവരെയും ഒക്കെ വേർതിരിക്കുമ്പോൾ നരകക്കാരോട് പിശാച് പറയുന്ന ഒരു വർത്താനമുണ്ട്. അള്ളാഹു നിങ്ങളോട് നല്ലത് വാഗ്ദാനം ചെയ്തിരുന്നു, ഞാൻ നിങ്ങളോട് മോശമായതും വാഗ്ദാനം ചെയ്തു. നിങ്ങൾ എൻ്റെ വാഗ്ദാനം സ്വീകരിച്ചു, ഞാൻ ആ വാഗ്ദാനം ഇവിടെ ലംഘിക്കുകയാണ്. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ ഒരാളുടെ പേരിലും എനിക്കൊരു അധികാരം ഉണ്ടായിരുന്നില്ല. അള്ളാഹു അങ്ങനെ ഒരു അധികാരം എനിക്ക് തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് മോശമായ വഴിയിലെത്തിയെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ മതി. എൻ്റെ വാഗ്ദാനം സ്വീകരിക്കുക വഴിയായി നിങ്ങൾ സ്വയമാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പിശാച് പറയുന്നതായി അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. എന്തിനത് രേഖപ്പെടുത്തി? നാളൊരിക്കൽ എൻ്റെ ദേഹത്തുള്ള ജിന്നാണ് കൊലപാതകം നടത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുക്കൽ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഈ സമുദായത്തിൽ ഒരാൾക്കും വകുപ്പില്ല. അങ്ങനൊരു പ്രതിഭാസം ഇല്ല എന്ന് പഠിപ്പിക്കാനാണ്. നിങ്ങളും ഞാനും തെറ്റ് ചെയ്തുവെങ്കിൽ ആ തെറ്റിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം നമുക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറഞ്ഞൊരു പണ്ഡിതനെ പിറ്റേന്നൊരു പണ്ഡിത സഭ തിരുത്തുകയാണ്. അങ്ങനെയല്ല, ശരീരത്ത് പിശാച് കയറും, ആ പിശാച് വേണ്ടാധീനങ്ങളൊക്കെ കാണിക്കുമെന്നുള്ളത്. സഹോദരങ്ങളെ, ഖുർആൻ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ചിന്തിക്കുക. പിശാചിനെ നമുക്ക് കാണാൻ കഴിയുമോ? ജിന്നിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 27-ാമത്തെ വചനം, ഇന്നഹും യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറവുനഹു, പിശാചും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നാൽ അവരൊരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അള്ളാഹുടെ കലാമിൽ അള്ളാഹ് പറയാണ്, പണ്ഡിതസഭ പറയാണ് കയറും എന്നുള്ളത്.
കയറിയെന്ന് പറയുന്നത് ഏത് പണ്ഡിതനാണ് കണ്ടത്? അയാൾക്ക് എവിടെ നിന്നാണ് വഹി ഇറങ്ങിയത്? ഇതൊന്നും ഈ കഥയിൽ ചോദ്യമില്ല എന്നത്. നവോത്ഥാനം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ സംഭവിച്ചു പോകുന്ന കുരുക്കിൻ്റെ അധപ്പതനത്തിൻ്റെ ആഴമാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെയും മതത്തിൽ അതിരുകവിച്ചിലില്ലാതെ അള്ളാഹും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് മതിയാക്കാനും അവിടെ നിൽക്കാനും ഞാനും നിങ്ങളും സന്നദ്ധമാവുക. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 28-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ഹൈസ്കൂൾ തലം മുതൽ ഡിഗ്രി തലം വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് ഹൈസെക് എന്നുള്ള പരിപാടി കൊടുങ്ങല്ലൂർ ഇസ്ലാഹി സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. മക്കൾ പുതിയ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളികളാണ്. മക്കൾ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനയായിട്ടുള്ളത്. അതിന് ഈ ഒരു പരിപാടിയിലൂടെ അതെല്ലാം മാറിപ്പോകുമെന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇതേപോലെയുള്ള പരിപാടികൾ പ്രത്യേകമായി സംഘടിപ്പിക്കുകയും അവിടെയൊക്കെയും നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധമാവുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കളുള്ള ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികൾ